നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകാനുള്ള പ്രവൃത്തികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശരീരങ്ങളും വളരെയധികം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. എന്നിരുന്നാലും വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും അവരുടെ വീടുകളിലുള്ളവർ അവരുടെ അന്തിമോപചാര ചടങ്ങുകൾക്കായി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി അവരുടെ ശരീരഭാഗങ്ങൾ DNA കണ്ടെത്തി കൃത്യമായി തന്നെ ഏൽപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മുഴുവൻ ശരീരഭാഗങ്ങളും കണ്ടെത്തി നൽകുക എന്നുള്ളത് എളുപ്പമല്ല. ശരീരത്തോട് പറ്റിപ്പിടിച്ച ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്ക് നൽകിയിരിക്കും എന്നാണ് 270-ലേറെ പേർ മരിച്ച എയർ ഇന്ത്യ അപകടവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറായ ഗുജറാത്ത് കേഡറിലെ മലയാളി IAS ഉദ്യോഗസ്ഥൻ അരവിന്ദ് വിജയൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നവരെ ആശ്വസിപ്പിക്കാൻ സൈക്കോളജിസ്റ്റുകളെയും അണിനിരത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വൈകാരികമായ ജോലിയാണ് ഏറ്റെടുത്തതെന്നും ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഗുജറാത്ത് ഇൻഫർമാറ്റിക് ലിമിറ്റഡ് MD-യുമായ അരവിന്ദ് വ്യക്തമാക്കി. മുഴുവൻ ശരീരം കിട്ടാനിടയില്ലാത്തതിനാൽ 3 ഓപ്ഷനുകളാണ് ബന്ധുക്കൾക്ക് നൽകുന്നത്. 1. ലഭ്യമായ ഭാഗങ്ങൾ അന്ത്യകർമ്മങ്ങൾക്കായി കൊണ്ടുപോകുക, ബാക്കിയുള്ളവ തിരിച്ചറിയുമ്പോൾ സ്വീകരിക്കുക. 2. പിന്നീട് കിട്ടുന്നവ സംസ്കരിക്കാൻ ആശുപത്രിയെ ചുമതലപ്പെടുത്തുക. 3. മുഴുവൻ ഭാഗങ്ങളും കിട്ടുന്നതുവരെ കാത്തിരിക്കുക. കൂടുതൽ ആളുകളും ആദ്യം കിട്ടുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുകയും മറ്റുള്ളവ സംസ്കരിക്കാൻ ആശുപത്രിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. മൃതദേഹത്തോടൊപ്പമുള്ള വാച്ച്, വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, ആഭരണങ്ങൾ, ഷൂസ് തുടങ്ങിയവ കത്തിക്കരിഞ്ഞ നിലയിലാണെങ്കിലും കവറിലാക്കി നൽകും. അപകടം നടന്ന ജൂൺ 12 മുതൽ DNA-ക്കായി രക്തസാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. ഇവ പൊരുത്തപ്പെടുന്നതുവരെയുള്ള പരിശോധനയ്ക്കാണ് സമയമെടുക്കുന്നത്. മരിച്ചയാളുടെ തിരിച്ചറിയൽ രേഖയുമായി ഒത്തുനോക്കും. സാമ്പിൾ നൽകിയ വ്യക്തി ചുമതലപ്പെടുത്തിയ ആളാണെങ്കിൽ ശരിയാണെന്ന് വീണ്ടും ഉറപ്പാക്കും. പോസ്റ്റ്മോർട്ടം റൂമിലാണ് അവശിഷ്ടങ്ങൾ പെട്ടിയിലാക്കി നൽകുന്നത്. അവ അവിടെ വെച്ച് ബന്ധുക്കളെ കാണിക്കുകയില്ല. പിന്നീട് തുറക്കരുതെന്നും ഉപദേശിക്കും. മരണ സർട്ടിഫിക്കറ്റ്, പോലീസ് രേഖ, വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എംബാം രേഖ തുടങ്ങിയ 5 സർട്ടിഫിക്കറ്റുകൾ കൈമാറും. തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന KSRTC, അനേർട്ട് എന്നിവയുടെ മുൻ ഡയറക്ടർ KS വിജയന്റെയും ഓൾ സെയിൻറ്റ്സ് കോളേജ് ബോട്ടണി പ്രൊഫസർ ഡോക്ടർ ജയശ്രീ സുകുമാറിന്റെയും മകനാണ് അരവിന്ദ്. 2014-ൽ IAS-ൽ പ്രവേശിച്ച ഇദ്ദേഹം പാടൻ ജില്ലാ കളക്ടർ എന്ന നിലയിൽ പൊതു തെരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടത്തിയതിന് പുരസ്കാരം നേടിയിരുന്നു. വിമാന ദുരന്തത്തിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ശരീരഭാഗങ്ങളൊക്കെ തന്നെ അവരെല്ലാം വരുന്ന ബന്ധുക്കളെയൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ആ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ അരവിന്ദിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷമാണെങ്കിലും തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടും വളരെ കൃത്യതയോട് കൂടിയിട്ടും ചെയ്യുന്ന തിരക്കിലാണ് ഈ IAS-കാരൻ. അതേസമയം തന്നെ വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. ഇതേ അപകടത്തിൽ മരിച്ച സഹോദരൻ അജയ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച 208 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൽ 170 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. DNA പരിശോധനയിലൂടെയാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത്. വ്യാഴാഴ്ച അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ 171 വിമാനം അപകടത്തിൽപ്പെട്ട് യാത്രികരായ 241 പേരും തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന 29 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചിരുന്നു. 250 സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മരിച്ച 2 മൃതദേഹങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. വിട്ടയച്ചതിൽ 11 മൃതദേഹങ്ങളിൽ മലയാളി നഴ്സിൻ്റെതടക്കം ഗുജറാത്തിന് പുറത്തുള്ളവയാണ്. നിലവിൽ വിട്ടയച്ച 202 മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും ഗുജറാത്തിലുള്ളവരുടേതാണ്. മരിച്ചവരിൽ 123 ഇന്ത്യൻ പൗരന്മാരും 27 ബ്രിട്ടീഷ് പൗരന്മാരും 4 പോർച്ചുഗീസ് പൗരന്മാരും കനേഡിയനും ഉൾപ്പെടുന്നു. മരിച്ച മറ്റ് 4 പേർ യാത്രക്കാരല്ല. ഇവർ അപകടം നടന്ന സ്ഥലത്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നും അധികൃതർ വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശിനി രഞ്ജിത G. നായരുടെ DNA പരിശോധന പൂർത്തിയായില്ല. രഞ്ജിതയുടെ സഹോദരൻ രതീഷും ബന്ധു ഉണ്ണിയുമാണ് അഹമ്മദാബാദിൽ ഉള്ളത്. ശനിയാഴ്ചയാണ് DNA പരിശോധനയ്ക്കായി രതീഷ് രക്തം നൽകിയത്. DNA ടെസ്റ്റ് പൂർത്തിയായി. ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതും ബന്ധുക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടേ മൃതദേഹം കൈമാറുകയുള്ളൂ. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള പന്തൽ കൊയ്പ്രം പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അഹമ്മദാബാദിൽ 270-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടം സംഭവിച്ചത്. ഇപ്പോൾ ക്ഷമ ചോദിച്ച എയർ ഇന്ത്യയുടെ ടാറ്റ സൺസിന്റെയും ചെയർമാൻ N. ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനിയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ വലിയ ഖേദമുണ്ട്.
മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അവരെ പിന്തുണയ്ക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നും എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ അന്ത്യകർമ്മങ്ങൾ ചൊവ്വാഴ്ച മുംബൈയിൽ നടന്നു. വയോധികനായ പിതാവ് പുഷ്കരാജ് മകനെ കണ്ണീരോടെ വിട നൽകി. സബർവാളിന്റെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെയാണ് DNA പരിശോധനയ്ക്ക് ശേഷം അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവന്നത്. പവായിലെ ജൽവായു വിഹാറിലുള്ള സബർവാളിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചക്കാലയിലെ വൈദ്യുതി ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു. വ്യവസായി നിരഞ്ജൻ ഹിരാനന്ദാനി, സ്ഥലം MLA ദിലീപ് ലാണ്ടെ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. 88 വയസ്സുള്ള അച്ഛനെ പരിചരിക്കാൻ എയർ ഇന്ത്യയിലെ ജോലി വിടുന്ന കാര്യം സുമിത് ഉറപ്പിച്ചിരുന്നതാണ്. അച്ഛനോട് ഇക്കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ മരിച്ച പൈലറ്റ് സുമിത് സബർവാളിന്റെ സംസ്കാര ചടങ്ങിൽ ടാറ്റ സൺസ് എയർ ഇന്ത്യ ബോർഡ് അംഗങ്ങൾ പങ്കെടുക്കാത്തതിൽ വിമർശനവുമായി ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് കത്ത്. മുംബൈയിലുണ്ടായിട്ടും ചെയർമാൻ പങ്കെടുത്തില്ലെന്നും കത്തിലുണ്ട്. ക്യാപ്റ്റൻ സബർവാൾ ശമ്പള പട്ടികയിലെ പേരല്ലായിരുന്നു. ടാറ്റ കുടുംബത്തിലെ ഒരാളായിരുന്നു. 88 വയസ്സുള്ള രോഗിയായ പിതാവ് മകന്റെ ചിതയ്ക്കരികിൽ ഒറ്റയ്ക്കായി. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഒരു ബോർഡ് പ്രതിനിധിയെ പോലും വിട്ടില്ല. മുൻപ് എയർ ഇന്ത്യയുടെ ഒരു പൈലറ്റ് മരിച്ചപ്പോൾ അന്നത്തെ എയർ ഇന്ത്യ ചെയർമാനായ അശ്വിനി ലോഹാനി നേരിട്ടെത്തി. പൈലറ്റിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിരുന്നതായും കത്തിലുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ JRD ടാറ്റ വിട്ടുനിൽക്കുമായിരുന്നോ എന്നാണ് കത്തിന്റെ ഉള്ളടക്കം. വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചതും രാജ്യാന്തര വ്യോമപാതകളിലെ തടസ്സവും അടക്കം നിരവധി കാരണങ്ങളാൽ ജൂലൈ പകുതി വരെ വൈഡ് ബോഡി രാജ്യാന്തര വിമാന സർവീസുകൾ 15% കുറയ്ക്കുകയാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ജൂൺ 20-നകം ഷെഡ്യൂളുകൾ കുറയ്ക്കുന്നത് നടപ്പിലാക്കുകയും അടുത്ത മാസം പകുതി വരെ ഇത് തുടരുകയും ചെയ്യുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള രാജ്യാന്തര സർവീസുകൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയായി ദീർഘദൂര സർവീസുകളോ ഇന്റർ കോണ്ടിനെന്റൽ സർവീസുകളോ ബോയിങ് 787, ബോയിങ് 777 പോലുള്ള വലിയ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. വിമാന ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നത് എയർ ഇന്ത്യയുടെ ഹ്രസ്വദൂര രാജ്യാന്തര വിമാന സർവീസുകളെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അവയിൽ ഭൂരിഭാഗവും നാരോ ബോഡി ജെറ്റുകൾ ഉപയോഗിച്ചാണ് സർവീസ് നടത്തുന്നത്. അവയ്ക്ക് വ്യോമപാതകളിലെ തടസ്സമോ രാത്രി പറക്കൽ നിയന്ത്രണങ്ങളോ ഇല്ല. ഷെഡ്യൂൾ വെട്ടിക്കുറച്ചതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനോട് എയർ ഇന്ത്യ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. റദ്ദാക്കിയ സർവീസുകൾ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കുമെന്നും മറ്റു വിമാനങ്ങളിൽ അവർക്ക് സർവീസ് നടത്താൻ പരമാവധി ശ്രമിക്കുകയും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. യാതൊരു ചിലവും കൂടാതെ അവർക്ക് യാത്ര പുനഃക്രമീകരിക്കാനോ റീഫണ്ട് വാങ്ങാനുള്ള ഓപ്ഷൻ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ജൂൺ 12-നുണ്ടായ അപകടത്തിന്റെ പുറത്തുവരുന്ന ദൃശ്യങ്ങളിലും ശബ്ദങ്ങളിലും റാം എയർ ടർബൈൻ അല്ലെങ്കിൽ റാറ്റ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിമാനത്തിലെ എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോൾ മാത്രമാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. വിമാനത്തിന്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ പ്രൊപ്പല്ലർ പോലെയാണ് ഇത് കാണാനാകുക. ഡ്രീം ലൈനർ ഉയർന്നു പൊങ്ങി 32 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ റാറ്റ് പ്രവർത്തനക്ഷമമായി എന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ വിമാനം എങ്ങനെയാണ് തകർന്നതെന്ന് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യ, ബോയിങ് വ്യോമയാന മന്ത്രാലയം തുടങ്ങിയ മുൻനിരയുടെ അന്വേഷണ ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.